ഹലോ. ഹലോ. ഇത് മേനാസ് ആണോ? അതെ. പിന്നെ എനിക്ക് നമ്പർ വേറൊരാൾ തന്ന കേട്ടോ. എന്റെ പേര് നിശാൽ എന്നാണ്, ഞാൻ തിരൂരിനാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കാസറ്റും കാതർ കരിപ്പിടിയൊക്കെ ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, എന്നെ പറ്റി പീഡിപ്പിച്ചു മോശം. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി മിഞ്ഞാന്ന്. ഞാൻ എന്നെ മെഹനാസിനെ പോലെ എന്നെ ഞാൻ ദ്രോഹിക്കുന്ന എനിക്ക് കാണണോന്ന് പറഞ്ഞിട്ട്. അവന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി, കാദർ കരിപ്പൊടി. എല്ലടോ, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൻ എന്തായിരുന്നു ശരിക്കും നിങ്ങളെ ലൈഫിൽ കാണിച്ചിരുന്നത്? ഈ ബാച്ചിയും കാര്യങ്ങളും അതേപോലെ അതൊക്കെ അനക്കെതിരെ തിരിക്കാൻ. ഇപ്പൊ എന്റെ ഫാമിലിനെ പറ്റിയൊക്കെയാണ് അവൻ പറയുന്നത്. അതേപോലെ ഞാൻ ഓന്റെ പോസ്റ്റിലും കണ്ട എന്റെ ഫാമിലിനെ പറ്റി പറയുന്നത്. എന്താ ഇവന്റെ ശരിക്കും ടാർഗറ്റ് എന്താണ്? പൈസ ഉണ്ടാക്കുക, വേറെന്താണ്? മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ക്യാഷ് ഉണ്ടാക്കുക. ചില സമയം എന്താ പറയാ, ഓന്റെ സൈഡ് ആരെങ്കിലും ഫണ്ട് കൊടുത്തിട്ട് ഓന്റെ കീഴിൽ പോകുന്നതായിരിക്കും. അല്ലാണ്ട് ഒരാള് എങ്ങനെ കൊട്ടേഷൻ എടുക്കുന്നതാണ്, പൈസക്ക് കൊട്ടേഷൻ എടുക്കുന്നല്ലേ? 100% അല്ലാണ്ട് വേറെന്തെന്നാ ഓന്റെ ഉദ്ദേശം? ഇല്ലാത്ത കഥ ഉണ്ടാക്ക, എന്നിട്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ എല്ലാ ലൈഫിലും അങ്ങനെ ജീവിക്കുന്നവർക്ക് അറിയും. ലൈഫ് ഇപ്പൊ തുടങ്ങിയിട്ടേ എല്ലാവർക്കും അറിയും. എന്താ പറയാ, എന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പം ഭാര്യന്റെ സൈഡ് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടു കഴിഞ്ഞാല് നമ്മള് ഭർത്താക്കന്മാർ ചോദിക്കും. ഓൻ ചോദിക്കൂല. ഇത് ചില മോനെ എല്ലാം കണ്ണടച്ച് കൂട്ടായിരിക്കും, അറിയില്ല അങ്ങനത്തെ. നമ്മളെന്തായാലും ഇപ്പം ഒരു നെഗറ്റീവ് പോയിന്റ് ഇഷ്ടപ്പെടാത്ത ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ചില സമയം നീ ഇപ്പം കല്യാണം കഴിച്ച പെണ്ണ് മുന്നേ ഒരു അഫയർ ഉണ്ടായി, അത് നിനക്ക് ഓൾറെഡി ചില സമയം എങ്ങനെയോ നീ അറിഞ്ഞിട്ടുണ്ടാവും. ആ ചെക്കന്റെ ബന്ധം ഒന്ന് പുതുക്കാൻ നോക്കും, അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുമ്പോ നീ എന്തായിരിക്കും നിന്റെ റിയാക്ഷൻ? അങ്ങനെയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മനസ്സിലൊരു പേടി ഉണ്ടാവില്ലടാ. എന്താ പറയാ, കോണ്ടാക്ട് കൂടിക്കഴിഞ്ഞ പഴയ പോലെ അത് നമ്മള് നോർമലി വേണ്ട, അതിന് ധിക്കരിക്കാൻ ചെയ്യും. വേണ്ട, അങ്ങനത്തെ ഒരു കോണ്ടാക്ട് വേണ്ടെന്ന് പറയല്ലേ. അപ്പൊ അല്ല, ഈ ബാച്ചാന്ന് പറഞ്ഞിട്ട് അത് ഇവന്റെ കാദർ കരിപ്പൊടിന്റെ ആരെങ്കിലും ആണോ? കരിപ്പൊടിന്റെ കസിൻ ബ്രദർ എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. കാസർഗോഡ് അതാണ് അവനെ വെളുപ്പിക്കാൻ വീഡിയോ ചാനലിൽ ലൈവ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ വന്നിരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് കുറെ കാസർഗോഡത്തെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അവര് കസിൻസ് ആണ്, ഓനെ വെളുപ്പിക്കാൻ. ഓന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണോ? കുറെ ഗേൾസ് ഓന്റെ ഈ ബാച്ചാരെ കൂടെ നടക്കുന്ന ഒരു ഫ്രണ്ടിന്റെ അനിയത്തിനെ വരെ ഓന് മറ്റേ രീതിയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ ഒരു ആളിങ്ങനെ പറയുന്നുണ്ടായി. ഞാൻ പിന്നെ എന്താ, നമുക്ക് പറയുന്ന കാര്യം എങ്ങനെ ഓൻ സീനാണ്, ഫുള്ള് ഉഡായിപ്പാണ്. കാദറിന്റെ തന്നെ ഉഡായിപ്പാണ്. അതന്നെ. അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാണുമ്പോ ഒരിക്കലും കൈകെട്ടി നിക്കാന്ന് കഴിയില്ല. ഞാൻ പ്രത്യേകിച്ച് എന്റെ ഭാര്യയെ ഞാൻ പൊന്നുപോലെ നോക്ക്, എന്റെ വരെ ഞാൻ മറന്നിട്ട് നോക്കി നടന്ന പെണ്ണെ വേറെ ഒരുത്തനെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ സെക്ഷലി യൂസ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും നമ്മള് കണ്ണെടുത്ത് നിൽക്കുകയും ചെയ്യില്ല. അത് കരിപ്പൊടി അങ്ങനെ നിൽക്കുമായിരിക്കും. ഓന്റെ വീഡിയോ റിലീസ് ചെയ്തപ്പോഴേ ഓന് സ്റ്റോറി ഇട്ടിക്കണേ, ഇത് ഞാൻ വെട്ടി ഒട്ടിച്ചതാണെന്ന്. ഫോട്ടോ വെട്ടി ഒട്ടിക്കാം. എന്താ പ്രശ്നം? എന്റെതെന്താ, എന്റെ മുന്നത്തെ ഭാര്യന്റെ കയ്യിന്ന് കൊട്ടേഷൻ എടുത്താണ് എന്നിട്ട് ഇവനിപ്പം പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുക. കാരണം ഇത് 10-11 മാസങ്ങൾക്ക് മുന്നേ പോയ സംഭവം. പിന്നെ വീണ്ടും എനിക്ക് രണ്ടാമത്തെ ഒരു കല്യാണം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ കൊല്ലുന്ന വിഷയം. എന്റെ വർക്കുകൾ ഇപ്പൊ ഞാന് എന്റെ ആൽബം ഫീൽഡിൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് പിന്നെ ഇതേപോലെ ഓന് ഇതേപോലെ എന്താണ് വിളിച്ചിട്ട് ആൽബത്തിൽ അഭിനയിപ്പിക്കരുതെന്നാ? ഒരു പെണ്ണും ആണും കെട്ട സ്വഭാവമാണ്. ആണും പെണ്ണും കെട്ട സ്വഭാവം. കാരണം എന്റെ പേരിൽ കേസ് എടുപ്പിക്കാൻ വേണ്ടി ഓൻ കാണിച്ച നെറികേടുണ്ടല്ലോ. ഓരോ പെൺകുട്ടികളെ വിളിച്ചിട്ടും പൈസ അയച്ചു കൊടുത്തിട്ടും ഭീഷണിപ്പെടുത്തിട്ട് നായിന്റെ മോനാണ്.
അല്ലടാ എന്നിട്ടിപ്പോ ഞാൻ അങ്ങനെ പറയും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അതിന് ശേഷം എന്റെ വൈഫ് കരഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു, അതൊക്കെ എന്തായിരുന്നു സംഭവം? ഗൾഫ് അല്ലടാ ഇവിടുന്ന് ഇപ്പത്തെ കറൻസി സഫ ഇപ്പത്തെ വൈഫടാ കരഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, എന്റെ ജീവിക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സംഭവം? ആര് ജീവിക്കാൻ വിടുന്നില്ല? അല്ല എന്റെ വൈഫടാ കുട്ടീനെ പിടിച്ച് കുട്ടീനെ എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട്, കുട്ടീനെന്തോ പറഞ്ഞെന്നൊക്കെ കമന്റിൽ എന്തൊക്കെ തെറിയൊക്കെ പറഞ്ഞ കരഞ്ഞിട്ട്. ഹലോ ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അല്ല ഇപ്പൊ അടുത്ത് അതും ഇവന്റെ മനസ്സിലായി ഇവന്റെ കളിയല്ല അത്. ഇവന് ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാവും, കുറെ കമന്റ്സ് കാര്യങ്ങള് ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്ന ടീമൊക്കെ. എന്നോട് പറഞ്ഞ ഇവനക്കൊരു ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഈ ടെലിഗ്രാമില് ഇതില് പോയി കമന്റ് ഇടുന്നിട്ട് ഈ ഫേക്ക് ആയിട്ട് അവിടെ അതിലുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടിട്ട് ഈ ലിങ്ക് ഇട്ട് കൊടുക്കാലോ. ഇതാണ് ഇവന്റെ ടാർജറ്റ്. അത് പെണ്ണുങ്ങളെ അക്കൗണ്ട്. എന്റെ പെങ്ങളുടെ കുട്ടി 5 വയസ്സായ എന്റെ പെങ്ങളുടെ കുട്ടീനെ പോലും ആ നായി വെറുതെ വിട്ടിട്ടില്ല, അറിയോ? ഞാൻ വെച്ചോണ്ടിരിക്കല്ലോ. വൃത്തിയേട് പറഞ്ഞിട്ടുണ്ടാക്കും. ഒരു മനുഷ്യന് അറപ്പും വെറുപ്പും ഉണ്ടാവുന്ന വൃത്തിയേട് പറഞ്ഞു. കുടുംബം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധി തലക്ക് ഒരു സംസാരം കേൾക്കുമ്പോ എല്ലാരും വിചാരിക്കും സ്റ്റാൻഡേർഡ്. ഞമ്മക്ക് പിന്നെ സംസാരിക്കാൻ അറിയൂല. സംസാരം ഭയങ്കര സ്റ്റാൻഡേർഡാ. സംസാരം ഒരു കാര്യം പറയണ്ട, ആൾക്കാർക്ക് ചില സമയം ഈ വീഡിയോയിൽ കാണുമ്പോ വിചാരിക്കും വലിയ പുണ്യാണെന്ന്. പക്ഷെ ഇവന് എങ്ങനെ ഒരു മനുഷ്യന്മാരുടെ ഇത് ആണ് ഈ ഒരു മിനിറ്റ് അപ്പൊ അതില് ഒരു മനുഷ്യന്മാരെ ബാക്കിയുള്ളവരെ ഇല്ലാത്തതും പറഞ്ഞ ജീവിതം നശിപ്പിച്ചിട്ട് ഓന് ആ സന്തോഷത്തോടല്ലേ ഓനൊരു പിന്നീട് ഒരു കുഞ്ഞുണ്ടാവണ്ടല്ല, ആ കുഞ്ഞിക്ക് സന്തോഷം ഉണ്ടാവും. സന്തോഷത്തോടെ ഞാൻ കൊടുക്കുവോ? എന്റെ പെങ്ങളെ കുട്ടീനെ പറ്റി പറഞ്ഞതിന് ഞാൻ അവർക്ക് കൊടുക്കും. അല്ലെ കുട്ടീന്റെ ഫോട്ടോ റിവീൽ ചെയ്ത് അന്ന് ഇറങ്ങും വീഡിയോ ഇവിടെ ഞാൻ കൊടുക്കും. ഇവിടെ എടാ മോശമാണ് എനിക്കറിയാം. എന്റെ 5 വയസ്സായ എന്റെ പെങ്ങളുടെ കുട്ടീനെ പറ്റി ഞാനും പറയും ഓൻ ചെയ്ത് ഓനിക്കായിട്ടിപ്പോ നിങ്ങൾക്ക് ഓനെ ഇല്ലാത്തതിന്റെ പറഞ്ഞിട്ടുണ്ടാവും. ഓന്റെ സ്വഭാവം അങ്ങനെ തന്നെ, അതെനിക്കറിയാം. പക്ഷെ കുട്ടികള് ഭയങ്കര മോശമാണ് ചെയ്യണത്. പക്ഷെ നമ്മളൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് നമ്മള് ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് ഭയങ്കര ചിത്രത്തരാണ്. ഓന് പൈസ വേണം. ഓന് നോർമലി വേറെ എന്തൊക്കെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക. ഇല്ലാത്ത ന്യൂസുകൾ വായിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുക. ഇപ്പൊ പള്ളിന്റെ പേര് മറ്റേ ഇതിന്റെ പേര് തട്ടിപ്പടുത്തി എന്താണ് വീടിന്റെ പേര് തട്ടിപ്പടുത്തിട്ട് ഇപ്പൊ അതിന്റെ വെപ്രാളത്തെ എന്നിട്ട് ഓൻ പറയും കിക്കുന്ന പുറത്തായപ്പോൾ ഓൻ പറയണ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. തട്ടിപ്പടുത്തി കായായി ലൈഫ് സെറ്റിലായി ഇയാളെ കായ് അക്കൗണ്ടിൽ വന്നിക്കണ്. തട്ടിപ്പോ വീടിന്റെ തട്ടിപ്പടുത്തില്ലേ? അതറിയില്ല. ഓന് പിരിവടത്തിയതൊന്നും അറിയില്ല. ഇല്ലടാ, ഞാന് മറ്റേ വേറെന്തോ യൂട്യൂബിൽ കുറച്ച് ആൾക്കാരുടെ വീഡിയോ ഞാൻ വിളിക്കാം. ഓ ആയിക്കോട്ടെ. എന്നോടാ? ഓക്കെ, ഇൻഷാ അല്ലാ ശരി.